പോളിംഗ് സാമഗ്രികളുടെ വിതരണം രാവിലെ 8 മണി മുതൽ ഓരോ ഇടങ്ങളിലായി, അതായത് തിരുവനന്തപുരം ജില്ലയിൽ 14 ഇടങ്ങളിലാണ് ഇത്തരത്തിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. ജില്ലയിൽ 2730 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. അവിടെ എല്ലാം തന്നെ വെബ് കാസ്റ്റിങ്ങിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചൂട് കുറയ്ക്കാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നുള്ള കാര്യം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം കള്ളവോട്ടുമായി ബന്ധപ്പെട്ടതാണ്. 125 പോളിംഗ് സ്റ്റേഷൻസ്, പ്രശ്നബാധിത പോളിംഗ് സ്റ്റേഷൻസ് ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. ആൻഡ് ആറ്റിങ്ങൽ 9 അങ്ങനെ പോളിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടെ മൈക്രോ ഒബ്സർവേഴ്സും ഉണ്ടായിരിക്കും, CAPF ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ പോലീസ് ഡിപ്ലോയ്മെൻറ്റും ഉണ്ടായിരിക്കും. ഇത് ഇരട്ട വോട്ടുകളായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഷിഫ്റ്റ് ആയി പോയ ആൾക്കാർക്ക് പഴയ റോളിൽ നിന്ന് അവരുടെ പേര് ഡിലീറ്റ് ആയി പോയില്ല, അത്ര വലിയ വ്യത്യാസം. സോ അങ്ങനെ ഒരു 0.1% കഷ്ടിച്ച് വരുന്നത്. രാവിലെ 8 മണി മുതൽ തന്നെ ഇത്തരത്തിൽ ഇവിടെ നിന്നും ഓരോ ഇടങ്ങളിൽ നിന്നും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. 2 ഭാഗങ്ങളിലായാണ് സാമഗ്രികളുടെ വിതരണം നടക്കുന്നത്. പ്രധാനപ്പെട്ട ആ സ്ഥലത്ത് വോട്ടിംഗ് മെഷീൻ്റെ വിതരണം നടക്കും. ഇവിടെ പ്രത്യേകമായി കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ കൗണ്ടറുകളിലും ആളുകൾക്ക് ഓരോ ബൂത്തുകളിൽ നിന്നും എത്തേണ്ട ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് ഇവിടെ വന്ന് വോട്ടിംഗ് മെഷീനുകൾ വാങ്ങാം. തൊട്ടടുത്ത് തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പുരോഗമിച്ചു വരികയാണ്. ബൂത്തുകളിലേക്ക് എത്തുന്നതിന് വേണ്ടി പ്രത്യേകമായി വാഹന സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ അടക്കം നിരീക്ഷണത്തിലായിരിക്കും ഈ ബൂത്തുകളിലേക്ക് പ്രത്യേകമായി പോളിംഗ് സാമഗ്രികൾ എത്തിക്കുക. MS സുജിത്തിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.